പ്രിയങ്ക ഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാർ ഇന്ന് ഇന്ത്യയിലില്ല. അതായത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് വിജയിക്കുമെന്ന് പരക്കെ നിങ്ങളെല്ലാവരും പ്രവചിച്ചിരുന്ന, ഇവരൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക വാദ്രയും ഇന്ത്യയിലില്ല എന്നുള്ളത് എന്താ സൂചിപ്പിക്കുന്നത്? അവർ ഈ ഫലം നേരത്തെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഒരു വലിയ തിരിച്ചടി നേരത്തെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണമല്ലോ ഈ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളും ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇന്ത്യയിൽ നിന്ന് മുങ്ങിയത്. സാധാരണഗതിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ തൻ്റെ പാർട്ടി പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസം രാജ്യത്ത് മാറി നിൽക്കാൻ ആഗ്രഹിക്കുമോ? വിജയിക്കാൻ പോവുകയാണെങ്കിൽ മാറി നിൽക്കാൻ ആഗ്രഹിക്കുമോ? വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും എടുക്കാൻ എപ്പോഴും ആവേശം കാണിക്കുന്ന ഗാന്ധി കുടുംബത്തിലെ ഈ ഏറ്റവും പുതിയ തലമുറ ഇന്നത്തെ ദിവസം ഇന്ത്യ വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഈ പരാജയം നേരത്തെ മണത്തറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ആ പരാജയത്തെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങളെ, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും പവിത്രമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മുഴുവൻ പൊതുസമൂഹത്തിന് മുന്നിൽ, ലോകത്തിന് മുന്നിൽ ആക്ഷേപിക്കാൻ വേണ്ടി അതിന്മേൽ ചളിവാരി എറിയുകയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ഏഴാം കൂലി പട്ടാളം. ജയറാം രമേഷിനെ പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അൾട്രാ ലെഫ്റ്റ് സ്വഭാവമുള്ള ഇത്തരം ആളുകളുണ്ടല്ലോ, ഇവരെല്ലാവരും വന്ന് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അവഹേളിക്കുകയാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്തിന് വലിയൊരു പാരമ്പര്യമുണ്ട്. എത്രയോ കാലമായി BJP എത്രയോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളോളം കോൺഗ്രസ് ഭരിക്കുമ്പോഴും നിരന്തരമായി കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും എല്ലാം അടിയന്തരാവസ്ഥ കാലത്തും ഒക്കെ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നല്ലാതെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയോ ഭരണഘടനാ സ്ഥാപനങ്ങളെയോ അതല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയയോ റിഡിക്യൂൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരാമർശവും എവിടെയും നിരന്തരമായി പരാജയപ്പെട്ടിട്ടും ഞങ്ങൾ എവിടെയും ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ആ പരാജയത്തെ നിറഞ്ഞ മനസ്സോടുകൂടി അതല്ലെങ്കിൽ താഴ്മയോടുകൂടി ജനവിധിയെ അംഗീകരിക്കാനുള്ള മാന്യതയാണ് എല്ലാ കാലത്തും BJP സ്വീകരിച്ചുള്ളത്. കേവലം ഒരു വോട്ടിന് പാർലമെന്റിൽ പരാജയപ്പെട്ട്, ലോക്സഭയിൽ പരാജയപ്പെട്ട് പുറത്തു പോകുമ്പോഴും ശ്രീ അടൽ ബിഹാരി വാജ്പേയി പാർട്ടികൾ വരും പോകും, രാഷ്ട്രീയം വരും പോകും, സർക്കാരുകൾ വരും പോകും, പക്ഷേ രാഷ്ട്രം നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അടൽ ബിഹാരി വാജ്പേയി രാജിവെച്ച് പുറത്തു പോകുന്നത്. നിങ്ങൾ ആലോചിക്കണം, അത്രമേൽ ഉദാത്തമായ ജനാധിപത്യ ബോധം പ്രകടിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് പരാജയങ്ങളെ നേരിട്ടിട്ടുള്ള ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനം 6 പതിറ്റാണ്ടി രാജ്യം ഭരിച്ചവർ കുറച്ചു കാലം തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തിയപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലോകത്തിന് മുന്നിൽ ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി ഏറ്റവും നിന്ദ്യമായ നെറികെട്ട പ്രചരണങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഒരു തെളിവുമില്ലാത്ത ആരോപണങ്ങൾ. എല്ലാ കാലത്തും തോൽവി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ LK അദ്വാനിയാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ റദ്ദാക്കണം, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്ന് ബാലറ്റ് പേപ്പറിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. 2009 വലിയ തോൽവിക്ക് ശേഷം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ബാലറ്റ് പേപ്പറിൽ വേണം തെരഞ്ഞെടുപ്പ് എന്ന് LK അദ്വാനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തോറ്റ സന്ദർഭങ്ങളിൽ നിങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിതിനെ തോൽവിയിലുള്ള ഒരു അവിശ്വസനീയത കൊണ്ട് പറയുന്നു എന്നുള്ള നിലയിലേ കണ്ടിട്ടുള്ളൂ. ശരിയല്ല. ഞാൻ അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത വേണമെങ്കിൽ വായിക്കാം. Advani has doubts about EVM, wants ballot paper back. BJP leader LK Advani has demanded the reintroduction of ballot papers in election beginning with the Maharashtra. ഇത് 2009 വാർത്തയാണ്, ജൂലൈ 5, 2009. മനസ്സിലായി അഭിലാഷ്? 2009 തീർച്ചയായിട്ടും അദ്വാനിജി അത്തരത്തിലൊരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്, സത്യമാണ്. അതിനുശേഷമാണ് സുപ്രീം കോടതിയിൽ EVM-ന്റെ നിയമസാധുതയുമായി ബന്ധപ്പെട്ട വലിയ ഒരു വ്യവഹാരം നടക്കുകയും സുപ്രീം കോടതി VVPAT ഘടിപ്പിക്കാൻ വേണ്ടി ഉത്തരവിടുകയും ചെയ്തത്. VVPAT EVM-മായി ഘടിപ്പിച്ചതിന് ശേഷം BJP ഇവിടെയും അത്തരമൊരു ആക്ഷേപം പറഞ്ഞിട്ടില്ല. VVPAT വന്നതോടുകൂടി ഇലക്ഷൻ പ്രോസസ്സ് കൂടുതൽ സുതാര്യമാവുകയും ജനങ്ങൾക്ക് വോട്ട് ചെയ്തതിൻ്റെ സ്ലിപ്പ്, തങ്ങൾ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന സ്ലിപ്പ് കാണാനാകുന്ന സാഹചര്യം വരുന്നതിന് ശേഷം, അത്തരമൊരു സാഹചര്യം വന്നതിന് ശേഷം BJPക്ക് അത്തരമൊരു ആക്ഷേപമില്ല. 2009 അതായിരുന്നില്ല സ്ഥിതി. അതിനുശേഷം ഇന്ത്യയിലെ EVM കൂടുതൽ സുതാര്യമാക്കുകയും ആ നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമാവുകയും ചെയ്തു. അന്നത്തെ കാലത്ത് പല സാങ്കേതിക വിദഗ്ധരും പല സംശയങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അദ്വാനിജി അക്കാലത്ത് ഒരു ആശങ്ക പ്രകടിപ്പിച്ചെന്നുള്ള വസ്തുതയാണ്. പക്ഷേ സുപ്രീം കോടതി അക്കാര്യത്തിൽ ഇടപെടുകയും VVPAT വേണമെന്ന് ഉത്തരവിടുകയും ചെയ്തതിനു ശേഷം ഞങ്ങൾ അതിൽ പിന്നീട് ഒരു സംശയം പ്രകടിപ്പിക്കുകയോ ആ കാര്യത്തിൽ അത്തരമൊരു അഭിപ്രായം പറയുകയില്ല. എന്നാൽ പോലും ഇലക്ഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഇലക്ഷൻ പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം തോൽവി അംഗീകരിക്കില്ല എന്നൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. തോൽവിയെ വിശാല ഹൃദയത്തോട് അംഗീകരിക്കുകയും ജനവിധി വിശാല ഹൃദയത്തോട് അംഗീകരിച്ച് ഞങ്ങൾ വരുന്ന സർക്കാരുകളെ അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ള. എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ BJPയുടെ ഏതെങ്കിലും ഒരു ദേശീയ നേതാവ് തെരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിക്കില്ല എന്ന് പറയുകയോ ജനാധിപത്യ പ്രക്രിയയെ വെല്ലുവിളിക്കുകയോ ആ ജനാധിപത്യത്തെ എകർത്തി കാണിക്കുകയോ ചെയ്തില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, ഉദാഹരണത്തിന് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമല്ലോ. നമ്മുടെ അടുത്തൊരു ജുഡീഷ്യൽ പ്രോസസ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നില്ല, ജനങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തുന്നു, ജനവിധിയെ അംഗീകരിക്കാതെ ഈ കാണിക്കുന്നത് അങ്ങേയറ്റം നെറികെട്ട പരിപാടിയാണ്. നമ്മുടെ രാജ്യത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദേശവിരുദ്ധതയാണ്, ക്രൂരതയാണ്. ഈ വിദേശ രാജ്യങ്ങൾ മുഴുവൻ പോയി ഇന്ത്യ വിരുദ്ധത വിളമ്പുന്ന ജയറാം രമേഷിനും രാഹുൽ ഗാന്ധിക്കും അടക്കമുള്ള അതല്ലെങ്കിൽ ആളുകളുണ്ടല്ലോ, കോൺഗ്രസിന്റെ ഈ ലെഫ്റ്റ് ഇക്കോസിസ്റ്റം അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഹരിയാന നൽകിയത്.